പോലീസ് നോക്കി നിൽക്കെ നഗരമധ്യത്തിൽ യുവാവിന്റെ പരാക്രമം. കോഴിക്കോട് പാളയത്താണ് കയ്യിൽ ബ്ലേഡുമായി എത്തിയ യുവാവ് മറ്റൊരാളെ ആക്രമിച്ചത്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മീഡിയ വൺ ക്യാമറാമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്ക് നേരെയും യുവാവ് ഓടിയെടുത്തു. ഈ സമയവും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. സമീപത്ത് നിർത്തിയ ഒരു ബൈക്കും യുവാവ് നശിപ്പിച്ചു. ടി നന്ദഗോപാൽ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. നന്ദു, എന്താണ് അവിടെ സംഭവിച്ചത്? കോഴിക്കോട് നഗരമധ്യത്തിലാണ് യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. കോഴിക്കോട് പാളയം ജംഗ്ഷനിൽ വെച്ചാണ് കയ്യിൽ ബ്ലേഡുമായി എത്തിയ യുവാവ് ഈ പരിസരത്തുള്ള മറ്റൊരു വ്യക്തിയെ ക്രൂരമായി ആക്രമിച്ചത്. ശരീരത്തിൽ ചോരയും മറ്റുമായാണ് ആ ആക്രമണമേറ്റ യുവാവ് ഇവിടെ നിന്നും പോവുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മീഡിയ വണ്ണിന്റെ ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരി െതിരെയും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. ഈ സമയത്തും സമീപത്ത് പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഒരു വിധത്തിലും ഈ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നോക്കി നിൽക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നഗരമധ്യത്തിൽ നട്ടുച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം യുവാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഒരു തരത്തിലും പോലീസ് ഉൾപ്പെടെ നോക്കി നിന്നുകൊണ്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. എന്താണ് ഉണ്ടായത്? ഞാനത് ആദ്യം മുതൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഒരാൾ ഓടുന്നതാണ് കണ്ടത്, ചോര കുളിച്ചിട്ട്. അപ്പം പോലീസുകാരെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ കയ്യിലൊരു പ്ലെയർ ഉണ്ട്, അത് വെച്ചിട്ട് അവനെ കുത്തുകയാണ്. അവനെ ചോരയെ കുളിച്ചിരിക്കുകയാണ്. ഞാൻ പോലീസുകാരോട് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ പറഞ്ഞ്, അപ്പോൾ അവർ പിടിച്ചു മാറ്റുന്നില്ല. മറ്റോ തല്ല് കിട്ടുന്ന പോലെയാണ് പോയി ചീത്ത പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാളും കൂടെ വന്ന്, രണ്ടാളില്ലേ, അവർക്ക് പിടിച്ചു മാറ്റിയാൽ പോരെ. ഞാൻ പറഞ്ഞപ്പോൾ എന്റെ നേർക്ക് തിരിഞ്ഞ് പറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ മറുപടി പറയുമെന്ന്. നട്ടുച്ചയ്ക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടും പോലീസ് നോക്കി നിൽക്കായിരുന്നു. ഞാൻ അതേ പറഞ്ഞുള്ളൂ, ഒന്ന് ഫോൺ ചെയ്യ്, പോലീസ് ജീപ്പ് വരാൻ പറയാറിഞ്ഞ്. വിളിച്ചിട്ടുണ്ട്. എത്ര നേരമായി? ഒരു 10-20 മിനിറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ധൈര്യമില്ല അവർക്ക്. പോലീസിന്റെ ഒരു അനാസ്ഥ ഇവിടെ കൃത്യമായി വ്യക്തമാണ്. അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ അത് പതിഞ്ഞതാണ്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. ആ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മുടെ ക്യാമറാമാൻ പോയി. ആ ക്യാമറാമാനെതിരെ ഈ യുവാവ് ഓടിയെടുത്തപ്പോൾ പോലും പോലീസ് അതിൽ ഇടപെടാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പോലീസ് നോക്കി നിൽക്കുകയാണ്. ബാങ്കുണ്ട്, ബാങ്കിൽ നിന്ന് ലേഡീസ് സ്റ്റാഫ് രാത്രി 8 മണിക്ക് 9 മണിക്ക് പോകുമ്പോൾ ഇവിടെ ഫുള്ള് കത്തിക്കുത്തും പരിപാടികളാണ് നടക്കുന്നത്. തൊട്ട് മുകളിലെ ബാങ്കാണ്. പ്രധാനമായിട്ടും നമ്മളെ ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്താണ് കംപ്ലൈന്റ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് വിൽപ്പനയും അതുപോലെ തന്നെ ഉപയോഗമൊക്കെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ്. ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡിൽ മൊത്തത്തിൽ ഇത്തരം ആളുകളാണ്. യാത്രക്കാർക്ക്, ഒരു സ്ത്രീകൾക്ക് പോലും നടന്നു പോകാൻ പറ്റുന്ന നന്ദഗോപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.